ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാൻഡ് ഓവർ എന്ന ഫ്രേസൽ വെർബിനെ കുറിച്ചാണ്. വാട്ട് ഡസ് ഹാൻഡ് ഓവർ മീൻസ്? ഹാൻഡ് ഓവർ മീൻസ് ടു ഗിവ് സംതിങ് ടു സംവൺ, അതായത് കൈമാറുക. ഒരാൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുക, അതുമല്ലെങ്കിൽ കൈമാറുന്നതിനെയാണ് നമ്മൾ ഹാൻഡ് ഓവർ എന്ന് പറയുന്നത്. അത് ഒരു വസ്തുവാകാം, അല്ലെങ്കിൽ അധികാരങ്ങളാവാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചുമതലകളാവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം മറ്റൊരാൾക്ക് നൽകുക അല്ലെങ്കിൽ കൈമാറുക, ഇതിനെയാണ് ഹാൻഡ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ഹാൻഡ് ഓവർ എന്ന ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്കിനി ഹാൻഡ് ഓവർ ഉപയോഗിച്ചു കൊണ്ടുള്ള കുറച്ച് വാക്യങ്ങൾ നോക്കിയാലോ? The thief was forced to hand over the stolen money. മോഷ്ടിച്ച പണം കൈമാറാൻ കള്ളനെ നിർബന്ധിച്ചു. She refused to hand over the documents without permission. അനുവാദമില്ലാതെ രേഖകൾ കൈമാറാൻ അവൾ വിസമ്മതിച്ചു. I will hand over the project to you tomorrow. ഞാൻ നാളെ നിങ്ങൾക്ക് പ്രോജക്റ്റ് കൈമാറും. The manager will hand over his duties next week. മാനേജർ അടുത്ത ആഴ്ച തൻ്റെ ചുമതലകൾ കൈമാറും. She didn't want to hand over her baby to anyone. അവൾക്ക് തൻ്റെ കുഞ്ഞിനെ ആർക്കും കൈമാറാൻ ആഗ്രഹമില്ലായിരുന്നു. Don't hand over your secrets so easily. നിങ്ങളുടെ രഹസ്യങ്ങൾ അത്ര എളുപ്പത്തിൽ കൈമാറരുത്. Don't forget to hand over the gift at the party. പാർട്ടിയിൽ ഗിഫ്റ്റ് കൈമാറാൻ മറക്കരുത്. She asked her brother to hand over the chocolate. അവൾ തൻ്റെ സഹോദരനോട് ചോക്ലേറ്റ് കൈമാറാൻ പറഞ്ഞു.